പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ട പരോൾ അനുവദിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ആശ്വാസം പകരുന്നതാണെന്ന് കുടുംബം പ്രതികരിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തുടരന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. രണ്ട് ദിവസം മുൻപാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്ക് 15 മുതൽ 20 ദിവസം വരെ പരോൾ ലഭിച്ചത്. കൊലപാതകം നടന്ന കല്ലോട്ട് പ്രദേശം ഉൾക്കൊള്ളുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കരുതെന്ന വ്യവസ്ഥകളോടെയായിരുന്നു മുൻപ് പരോളെങ്കിൽ ഇത്തവണ അതിലും മാറ്റം വന്നു. മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയാണ് കൂട്ടപ്പരോൾ അനുവദിച്ചതെന്നും ഇത് നീതീകരിക്കാൻ ആവില്ലെന്നുമായിരുന്നു ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന്റെ പ്രതികരണം. പിന്നാലെയാണ് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. ആഭ്യന്തര വകുപ്പിന്റെ സംയോജിത ഇടപെടൽ ആശ്വാസം പകരുന്നതാണെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. 10 പേര് ഇപ്പോൾ പുറത്ത് വിചാരണ കഴിഞ്ഞ് വെറുതെ വിട്ടിട്ടുണ്ട്. അവർക്ക് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഒരു തുടരന്വേഷണം, ഇതിൻ്റെ ബാക്കി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനെ സമീപിക്കാനുണ്ട്. കൊലപാതകത്തിലെ ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും വെളിയിലുണ്ടെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് തുടരന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും കുടുംബം അറിയിച്ചു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.